വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇത്രയും വലിയ നയവഞ്ചകരില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് മൂത്ത് നരച്ച ഒരു ഇടതുപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. എന്ത് യോഗ്യതയുള്ള ആളാണ് ഈ സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. സംസാരത്തിന്റെ യോഗ്യത, നിലവാരം, വിദ്യാഭ്യാസ യോഗ്യത ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണി ആളുകളെ കൊന്നൊടുക്കിയെന്ന് പരസ്യമായിട്ട് നിന്ന് പ്രസംഗിച്ച ഒരാളാണ്. ഇവരൊക്കെ എങ്ങനെ ഇവിടൊക്കെ ഇപ്പോഴും നടന്ന് വിലസുന്നു, ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നത് നമുക്ക് വലിയ അത്ഭുതമാണ്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണ്, ഏറ്റവും വലിയ നരവഞ്ചകനാണ് വി.ഡി. സതീശൻ എന്ന ഭരണാധികാരി എന്ന്. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. നരവഞ്ചകൻ എന്ന വാക്കിന്റെ അർത്ഥം ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒരു കാര്യം പറയാം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ നിന്ന് നാട്ടുകാരെല്ലാവരും പഠിച്ചു ആരാണ് നരവഞ്ചകനെന്ന്. ഒരു നാടിനെ മൊത്തം വെറുപ്പിച്ചു, അവളുടെ വെറുപ്പ് നീ സമ്പാദിച്ചു. എന്തിനാ ഇതൊക്കെ ചെയ്യിക്കുന്നേ? ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? മനുഷ്യരെ പച്ചയ്ക്ക് വഞ്ചിച്ച ഒരാളുണ്ടെങ്കിൽ ആ നരവഞ്ചകന് ഒറ്റ പേരേ ഉള്ളൂ. അതെന്താണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളാരും സമ്മതിച്ചു തന്നില്ലെങ്കിലും. മതി, അഭിനയിച്ചതും പച്ചപ്പാവൻ ചമഞ്ഞതൊക്കെ ചതിയനാണ് നീ. തിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന കണ്ടാ ചുമരനാണെങ്കിൽ പോലും ഉള്ളിൽ ചെകുത്താന്റെ സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളതെന്ന കാര്യം. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആൾ പുറമേ കണ്ടാൽ സുന്ദരനാണെങ്കിലും ഉള്ളിൽ ചെകുത്താനാണ്. ഇതൊക്കെയാണ് വി.ഡി. സതീശനെ കുറിച്ച് പറയുന്നത്. ആരാ പറയുന്നത്? ഏതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടായി നിന്ന് സംസാരിക്കുന്നത്? ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആളായി സംസാരിക്കുന്നത്? സംശയമില്ല സാർ, പല വേഷത്തിൽ നടക്കുന്ന ഒരു അന്തർദേശീയ തസ്കരനാണ് ഈ നയവഞ്ചകൻ. കണ്ടാലൊന്ന് ചിരിക്കാൻ അറിയാതിരുന്ന, മനുഷ്യർ മുന്നിൽ ചെന്നാൽ ആട്ടിപ്പായിക്കുന്ന, മനുഷ്യരെ ധാർഷ്ട്യത്തോടുകൂടി മാത്രം നോക്കുന്ന, രൂക്ഷമായിട്ട് ഗൗരവമായിട്ട് മാത്രം മനുഷ്യരോട് പെരുമാറുന്ന, നോക്കുന്ന, മനുഷ്യരോടൊന്ന് നേരെ ചൊവ്വെ സംസാരിക്കാൻ, വർത്തമാനം പറയാൻ അറിയാത്ത, പുഞ്ചിരി മുഖത്ത് വരാതിരുന്ന 10 വർഷക്കാലത്തെ ആ നരവഞ്ചകനെ കുറിച്ച് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആരോട് പറയാൻ? പൊന്നു മണിയാശാനെ, നരവഞ്ചകൻ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവൻ, ചിരിക്കാതെ കഴുത്തിറക്കുന്നവൻ, പിന്നെ ചെകുത്താൻ, പുറമേ പഞ്ചാര വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ചെകുത്താന്റെ സ്വഭാവം കാണിക്കുന്നവൻ, ഇവനൊക്കെ ആരാണ്, ഇങ്ങനെ ചെയ്തത് ആരാണ് എന്നതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കൂടുതലും മെനക്കെടണ്ട. അവരവരുടെ പ്രായമെങ്കിലും കുറച്ച് കണക്കിലെടുത്ത് അതിന് തക്ക പ്രസംഗങ്ങളെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ നടത്തുക. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?